Hello and welcome back to our channel. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫലൂദ എങ്ങനെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ സാധാരണ നമ്മൾ ഫലൂദ വീട്ടിൽ തയ്യാറാക്കുമ്പോൾ ഐസ്ക്രീമും അതേപോലെ വിപ്പിംഗ് ക്രീമൊക്കെ നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കേണ്ടതായിട്ട് വരും. ഇവിടെ ഞാനിന്ന് അതൊന്നും യൂസ് ചെയ്യുന്നില്ല. നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ട് തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫലൂദ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇവിടെ നമുക്ക് ഐസ്ക്രീമോ വിപ്പിംഗ് ക്രീമോ അങ്ങനെ ഒന്നും ആവശ്യമില്ല. ഇനി എങ്ങനെയാണ് നമുക്കിത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഫലൂദയ്ക്ക് വേണ്ട ഒരു ചെറിയ ക്രീം തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഈ മുട്ടയുടെ മഞ്ഞയും വെള്ളയും സെപ്പറേറ്റ് ആക്കി വെക്കണം. ഇപ്പോൾ നമുക്ക് ഈ മുട്ടയുടെ വെള്ളം മാത്രം ആദ്യം നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഹാൻഡ് വിസ്ക് വെച്ചിട്ടോ ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ടോ അതല്ലെങ്കിൽ ഫോർക്ക് വെച്ചിട്ടോ നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. 10 to 15 മിനിറ്റ് വരെ വേണം നമ്മളിത് ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി അതിന് ശേഷം നമുക്കിതിലേക്ക് പൊടിച്ച പഞ്ചസാര കുറച്ചായിട്ട് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ ഒരു 1/2 ഗ്ലാസ് പൊടിച്ച പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ നിന്ന് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയുടെ വെള്ളം നന്നായി ബീറ്റ് ചെയ്തതിന് ശേഷം മാത്രം നമുക്കിതിലേക്ക് മുട്ടയുടെ മഞ്ഞ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി രണ്ടും കൂടി നന്നായി ബീറ്റ് ചെയ്തെടുക്കണം. വീണ്ടും ഒരു 10 മിനിറ്റ് കൂടി നന്നായി ബീറ്റ് ചെയ്യുക. ഇപ്പോൾ ഇത് ചെറുതായി ഒരു ക്രീമി ഫോം ആയിട്ടുണ്ട്. നന്നായി ക്രീമി ആവേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒരു ചെറിയ ക്രീം ഫോമായി വരുമ്പോൾ നമുക്കിത് ഫ്രീസറിലേക്ക് വെക്കാം. ഇപ്പോൾ നമുക്കൊരു പാൻ ചൂടാക്കാം. പാൻ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 3 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും ചെറുതായി ഒന്ന് മെൽറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു ചെറിയ ഡ്രോപ്പ് സ്ട്രോബെറി എസൻസ് ഉണ്ടെങ്കിൽ അത് ചേർക്കാം. അതല്ലെങ്കിൽ ഒരു ചെറിയ ഡ്രോപ്പ് പെർമിറ്റഡ് ഫുഡ് കളർ, റെഡ് ഫുഡ് കളർ, അതല്ലെങ്കിൽ പിങ്കിഷ് ആയിട്ടുള്ള പിങ്ക് ഷെയ്ഡുള്ള ഏതെങ്കിലും ഒരു കളറ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഫലൂദയ്ക്ക് വേണ്ട ഷുഗർ സിറപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി ഈ സിറപ്പ് നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ ഫലൂദ ചെയ്യുന്നത് ആ ഗ്ലാസിൻ്റെ സൈഡിലൊക്കെ ഒന്ന് ചുറ്റിച്ചൊഴിച്ചു കൊടുക്കണം. ഇനി നമുക്കൊരു പാനിൽ 1 ഗ്ലാസ് പാല് നന്നായി ചൂടാക്കാം. പാല് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമുക്കിതിലേക്ക് 100 ഗ്രാം റോസ്റ്റഡ് വെർമിസെല്ലി ചേർത്ത് കൊടുക്കാം. വറുത്ത വെർമിസെല്ലിയാണ്. ഇതിലേക്ക് നമുക്കൊരു ചെറിയ സ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. വെർമിസെല്ലി നന്നായി വെന്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ 1/2 ഗ്ലാസ് പാലിൽ നന്നായി മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ അടുത്ത് കസ്റ്റേർഡ് പൗഡർ ഇല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ഒരു പാത്രത്തിൽ വെച്ച് 2-3 പ്രാവശ്യം നന്നായി അരിച്ചെടുത്തതിന് ശേഷം കളറിന് വേണമെങ്കിൽ ഒരു നുള്ളു യെല്ലോ കളർ കൂടി ചേർത്തിട്ട് അത് പാലിൽ നന്നായി മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുത്താലും മതിയാവും. ഇപ്പോൾ നമുക്ക് നേരത്തെ തയ്യാറാക്കിയ ഷുഗർ സിറപ്പ് ഒഴിച്ചു വെച്ചിരിക്കുന്ന ഗ്ലാസ്സിലോട്ട് ആദ്യത്തെ ലെയറായിട്ട് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് വെർമിസെല്ലി കസ്റ്റാർഡ് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ നമുക്ക് 2-3 പ്രാവശ്യമായിട്ട് ഈ ഗ്ലാസ് ഫില്ലാവുന്ന വരെ ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ഇടയിലായിട്ട് നമുക്ക് ട്യൂട്ടി ഫ്രൂട്ടി നമ്മുടെ അടുത്തുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ നമ്മുടെ അടുത്ത് ഏതെങ്കിലും ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താലും മതിയാകും. ഏറ്റവും ടോപ്പിലായിട്ട് ചോക്ലേറ്റ്സ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ വെച്ച് കൊടുത്താൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഫലൂദ ഉണ്ടാക്കുന്നത്. നമ്മുടെ വീട്ടിൽ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫലൂദ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.